ഹലോ, ഇറ്റ്സ് മീ ചീക്കട്ടി. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് ഒരു ഫെസ്റ്റിവലാണ് വെട്ടുകാട് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ എല്ലാവരും പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാനും പോയി. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാ പെരുന്നാളിന് മാത്രം എന്നല്ല, എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങൾ പോകാറുണ്ട്. മാക്സിമം ഫ്രൈഡേയ്സ് അല്ലെങ്കിൽ 2 വീക്സിൽ വൺസ് ഞങ്ങൾ പോകാൻ എപ്പോഴും നോക്കാറുണ്ട് പള്ളിയിൽ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് ഭയങ്കര കിടിലായിട്ട് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ കുറവായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 11 o'clock കഴിഞ്ഞു. 11:30 ആയി ഓൾമോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു, പ്രാർത്ഥിക്കാനായിട്ട് കയറി. ഇവിടെ നിന്ന് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവന്മാർ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് അതിനുശേഷം ഞങ്ങൾ ഈ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടും അങ്ങോട്ടൊക്കെ കുറേ ഷോപ്സ് ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ക്യാൻഡിലും മേടിക്കണം, കാരണം ക്യാൻഡിൽ മേടിച്ച് കത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻഡിലും കൂടെ മേടിക്കണം. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുവാണ്. എനിക്ക് ഈ സാൻഡി കൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സുഖമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടന്നു പോകാൻ. ഇവൻ വന്ന് നിന്നിട്ട് എന്തോ പറയുകയാണ്, എന്തോ മേടിച്ചു കൊടുക്കാൻ എന്തോ പറയുകയാണ്. പക്ഷെ പെട്ടെന്നാണ് അവൻ ക്യാമറ നോക്കേണ്ടത്. അങ്ങനെ പിന്നെ അവൻ അതിലേക്ക് ഫോക്കസ്ഡായി. അമ്മ മുകളിലേക്ക് നോക്കുന്നത് മഴ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അമ്മ മുകളിലേക്ക് നോക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഫ്ലീ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ് ഇത്. അവിടുത്തെ ഒരു വൈബാണ് കേട്ടോ ഈ സംഭവം. ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇങ്ങനത്തെ ഷോപ്സൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു, എനിക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, കയറി എന്തെങ്കിലുമൊക്കെ മേടിക്കണം, എന്തെങ്കിലുമൊക്കെ നോക്കണം. ഇതൊക്കെ മേടിക്കാനാണോ നോക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇതിലൊക്കെ കാണാനും ഇതിങ്ങനെ കാണാൻ തന്നെ കണ്ണിന് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. എല്ലാവർക്കും ആയിരിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞങ്ങളിങ്ങനെ കയറി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരുപാട് നെസസറി ഐറ്റംസ് ഉണ്ടാവും. ഡേ ടു ഡേ ലൈഫിലുള്ള ഒരുപാട് നെസസറി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ കീ ചെയിൻ്റെ ഇതൊക്കെ കണ്ടു. അങ്ങനെ കീ ചെയിൻ അവിടെ മറ്റേ പണ്ടത്തെ ഇതില്ലേ മോതിരത്തിൽ പേര് എഴുതുന്ന സംഭവം, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഷോപ്സ്. ഇതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ്. പക്ഷെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പക്ഷേ കുറച്ച് അഫോർഡബിൾ പ്രൈസിലാണ് ഇതൊക്കെ. ബാഗൊക്കെ ഭയങ്കര രസമുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. പക്ഷേ ബാഗ്സിനൊരു മീഡിയം ക്വാളിറ്റി ഒക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലൊക്കെ തന്നെയാണ് അത് വരുന്നത്. പിന്നെ അടുത്ത ഈ കളിപ്പാട്ടത്തിന് കുറേ ടോയ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നു. ഈ ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴേക്കും ഹസ്ബൻഡിന് ഈ ഒരു ഫിഷ്, പൊതുവെ ഹസ്ബൻഡിന് ഫിഷസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആളിങ്ങനെ ഫിഷ് ബ്രീഡ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിഷസിനെ എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് കുറച്ചൊരു സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും പുറത്ത് നല്ല തകർത്ത മഴ പെയ്യായിരുന്നു. ഈ മഴ കാരണം പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടുള്ള ഷോപ്സിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് കാരണം ഒരുപാട് ലേറ്റ് ആയി. ഇപ്പോൾ തന്നെ ഒരു 12 o'clock കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടേ അകത്തേക്കൊന്നും പോയില്ല. ഓൾമോസ്റ്റ് അവിടുത്തെ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയി. പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ പോയത് ക്യാൻഡിൽ മേടിച്ചിരുന്നു. അപ്പോൾ ക്യാൻഡിലും കൂടെ കത്തിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ഈ ക്യാൻഡിൽ ഇങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ എന്താ പറയുക, ഒരുമിച്ച് ഇങ്ങനെ കത്തിച്ചിടാറില്ല. ഇങ്ങനെ വെക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഈ കാണുന്നത് പോലെ. അപ്പോൾ ഈ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് അതൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറയുമ്പം മീൻസ് ഭയങ്കര ഒരു റിലീഫ് കിട്ടും. അങ്ങനെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് എപ്പോഴും ക്യാൻഡിൽ ഇങ്ങനെയാണ് കേട്ടോ കത്തിക്കാറ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ മഴ കാരണം എന്തൊക്കെയോ പറയുമോ എൻ്റെ അടുത്ത്. അങ്ങനെ അമ്മ കത്തിക്കുമോ അവിടെ നിന്ന്. അമ്മ തലയിൽ മീൻസ് മഴ നനയാതിരിക്കുന്ന ടവലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അനിയനാണ്, രണ്ടാമത്തെ അനിയൻ. അപ്പം അവനും ക്യാൻഡിൽ കത്തിക്കുവാണ്. പിന്നെ ഇവൻ എന്തോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്താ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഈ സാധനങ്ങൾ മസ്റ്റാട്ടോ. ഈ ഇതേപോലത്തെ ഈ മീൻസ് ഫെസ്റ്റീവ് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സാധനങ്ങൾ മേടിക്കുന്ന മസ്റ്റാട്ടോ. അത് വീട്ടിൽ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനങ്ങനെ ഒരുപാട് കഴിക്കാറില്ല, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ വാങ്ങിയ സാധനം വീടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവരും പൊട്ടിച്ചു അതിനെ. അവനാണ് പൊട്ടിച്ചത്. അവൻ പൊട്ടിച്ചതിന് അവൻ എല്ലാവരും വഴക്ക് പറഞ്ഞു എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എല്ലാവരും കഴിച്ചു അത്. അങ്ങനെ ഞങ്ങൾ കഥകളും കാര്യങ്ങളും ഇതേപോലെ വാങ്ങിയ സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ വീടെത്തി. അപ്പം പെരുന്നാളിന് എനിക്കൊന്ന് എല്ലാവരും നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കാർ എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പം പോകാത്തവരുണ്ടെങ്കിൽ പോവുക. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ. അപ്പം എല്ലാവർക്കും ബൈ.